ആദിത്യദർ സംവിധാനം ചെയ്ത രൺവീർ സിംഗ് ചിത്രം ദുരന്തർ 2 കാണാനെത്തിയ കുടുംബവും തിയേറ്റർ ജീവനക്കാരും തമ്മിലാണ് ലക്നൌവിൽ കയ്യാങ്കളി ഉണ്ടായത്. കടുത്ത അക്രമ ദൃശ്യങ്ങളും പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ അനുമതിയുള്ള ഉള്ളടക്കവും അടങ്ങിയ സിനിമയായതിനാൽ സെൻസർ ബോർഡ് ഇതിന് അഡൾട്ട്സ് ഓൺലി സർട്ടിഫിക്കറ്റാണ് നൽകിയിരുന്നത്. നിയമപരമായി വിലക്ക് ലംഘിച്ച് കുട്ടിയെ സിനിമയ്ക്ക് കയറ്റാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തിയേറ്റർ കവാടത്തിൽ വെച്ച് ജീവനക്കാർ കുട്ടിയുടെ പ്രായം ശ്രദ്ധിക്കുകയും പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത കുടുംബം ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തർക്കം രൂക്ഷമായതോടെ വാക്കേറ്റവും കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങി. സിനിമാ പ്രദർശനം നടന്നുകൊണ്ടിരിക്കെ തിയേറ്ററിനുള്ളിൽ വെച്ച ആളുകൾ പരസ്പരം തല്ലുന്നതും ചവിട്ടുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സംഭവത്തിന്റെ 24 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്റർനെറ്റിൽ വൈറലായി കഴിഞ്ഞു. ജീവനക്കാരും കുടുംബാംഗങ്ങളും തമ്മിലുള്ള സംഘർഷം കണ്ട് സിനിമ കാണാനെത്തിയ മറ്റു പ്രേക്ഷകരും പരിഭ്രാന്തരായി. തിയേറ്ററിനുള്ളിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ പെരുമാറ്റം. സമാനമായ രീതിയിൽ ഒരാഴ്ച മുമ്പ് ലക്നൌവിലെ തന്നെ എമറാൾഡ് മാളിലെ ഐനോക്സിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നും പ്രായപൂർത്തിയാകാത്ത മകനെ നിയമവിരുദ്ധമായി സിനിമയ്ക്ക് കയറ്റാൻ ഒരാൾ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി കുട്ടികളെ മുതിർന്നവർക്കുള്ള സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. സംഭവം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ മാതാപിതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. സെൻസർ ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കാനുള്ള ഉത്തരവാദിത്തം പൗരന്മാർക്കുണ്ടെന്നും കുട്ടികളെ ഇത്തരം ഹിംസാത്മകമായ ദൃശ്യങ്ങൾ കാണിക്കുന്നത് അവരുടെ മാനസിക വളർച്ചയെ ദോഷകരമായി ബാധിക്കുമെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു. ആധുനിക കാലത്തെ പാരന്റിങ്ങിനെ കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്കാണ് ഈ സംഭവം വഴിതെളിയിച്ചിരിക്കുന്നത്. അക്രമം നിറഞ്ഞ സിനിമകൾ കാണുന്നത് കുട്ടികളിൽ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാക്കുമെന്നും നിയമലംഘനം നടത്തുന്നത് ശരിയായ മാതൃകയല്ലെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികൾക്ക് മുന്നിൽ വെച്ച മാതാപിതാക്കൾ തന്നെ അക്രമത്തിൽ ഏർപ്പെടുന്നത് അവരിൽ തെറ്റായ മൂല്യങ്ങൾ വളർത്താൻ കാരണമാകും. സിനിമയിലെ വയലൻസ് ദൃശ്യങ്ങൾ കുട്ടികളിൽ അത് സാധാരണമായ ഒന്നാണെന്ന ധാരണ ഉണ്ടാക്കിയേക്കാം. ഇത് ഭാവിയിൽ അവരുടെ പെരുമാറ്റ രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. ഇത്തരം സിനിമകൾ കാണുന്നതിലൂടെ ലഭിക്കുന്ന തെറ്റായ സന്ദേശങ്ങൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. തിയേറ്റർ ജീവനക്കാർ തങ്ങളുടെ ജോലി കൃത്യമായി നിർവഹിച്ചതിനെ അഭിനന്ദിച്ചും പലരും രംഗത്തെത്തി. നിയമപരമായി നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ അത് നടപ്പിലാക്കാൻ ശ്രമിച്ച ജീവനക്കാരെ മർദ്ദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പൊതുജനം പ്രതികരിച്ചു. സിനിമ കാണാനുള്ള അവകാശത്തേക്കാൾ വലുതാണ് നിയമങ്ങളും കുട്ടികളുടെ സുരക്ഷിതത്വവുമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യക്തമാക്കുന്നു. ലക്നൌവിലെ ഈ സംഭവം സിനിമാ തിയേറ്ററുകളിലെ സുരക്ഷയെക്കുറിച്ചും നിയമപാലനത്തെക്കുറിച്ചും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് ഇടപെടൽ ശക്തമാക്കണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. പാരന്റിംഗിൽ വേണ്ട ജാഗ്രതയെക്കുറിച്ച് ബോധവൽക്കരണം വേണമെന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിലും അവർക്ക് ശരിയായ മാതൃകകൾ കാട്ടിക്കൊടുക്കുന്നതിലും മാതാപിതാക്കൾ പരാജയപ്പെടുന്നത് സമൂഹത്തിന് ദോഷകരമാണ്. വെറുമൊരു സിനിമയ്ക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കുന്നതും കുട്ടികൾക്ക് മുന്നിൽ വെച്ച തല്ലുണ്ടാക്കുന്നതും അത്യന്തം ഖേദകരമായ അവസ്ഥയാണെന്ന് സാരം.